ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. യെസ്, ഇപ്പോൾ നമ്മൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ കളി കാണുകയാണെങ്കിൽ നമ്മുടെ ഇവാൻ ആശാൻ്റെ തുടക്കത്തിലെ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. സോ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് സുഖമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഇവാൻ ആശാൻ്റെ ആദ്യത്തെ സീസണിൽ പെരേര ഡൈസ് ചെയ്തൊരു റോൾ ഉണ്ടായിരുന്നു. അതായത് ഭയങ്കര പേസി ആയിട്ട് റൺസ് നടത്തുക, ഒപ്പോണൻസിനെ ഡിസ്ട്രാക്ട് ചെയ്യുക, ഡിഫൻസിനെ ഡിസ്ട്രാക്ട് ചെയ്യുക, ബോൾ കിട്ടുമ്പോൾ അവർക്ക് പ്രഷർ ഇട്ട് കൊടുക്കുക. സോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ പെരേര ഡൈസ് ചെയ്തിരുന്നു. സോ ആ ഒരു പരിപാടിയിൽ ബാക്കി പ്ലേയേഴ്സ് ഫ്രീ ആകും. അതിപ്പോൾ അഡ്രിയലോണെ ആയാലും അൽവാരോ വാസ്കസ് ആണെങ്കിലും അവർക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് കളിക്കാൻ കഴിയും. കാരണം അദ്ദേഹം പ്രഷർ ഇടുന്നു, അതായത് പെരേര ഡൈസ് പ്രഷർ ഇടുന്നു, സെൻറ്റർ ബാക്ക് അല്ലെങ്കിൽ ഒരു എല്ലാ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരെ അദ്ദേഹത്തിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ പെരേര ഡൈസ് ചെയ്യാറുണ്ടായിരുന്നു. സോ ആ ഒരു സെയിം കാര്യമാണ് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി ജിതിൻ എംഎസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒപ്പോണൻസിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നു, പേസി റൺസ് നടത്തുന്നു, എപ്പോഴും അവർ അതായത് ഡിഫൻസിനെയൊക്കെ ഇങ്ങനെ പ്രഷർ ഇട്ടുകൊണ്ടേയിരിക്കുന്നു. സോ അപ്പുറത്തെ അതായത് കൂടെ കളിക്കുന്നവർക്ക് അത് എളുപ്പവും കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. സോ ഒരു സെയിം സംഭവമാണ് അത് നമുക്ക് ആദ്യത്തെ സീസണിൽ ഉണ്ടായതും ഇപ്പോഴത്തെ സീസണിൽ നോർത്ത് ഈസ്റ്റിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും നമ്മൾ നഷ്ടപ്പെടുത്തിയതൊരു വലിയൊരു നഷ്ടപ്പെടലായിരുന്നു. പെരേര ഡൈസ് നമ്മൾ എത്ര രൂപ കൊടുത്താണെങ്കിലും പെരേര ഡൈസിനെ നിലനിർത്തേണ്ടതായിരുന്നു. അന്ന് നമ്മൾ ഏറ്റവും വലിയൊരു മണ്ടത്തരം കാണിച്ചു. ഇപ്പോൾ നിങ്ങൾ നോക്കുക, പെരേര ഡൈസ് മുംബൈ സിറ്റി എഫ് സി പോയി, ആ 2 സീസണിൽ അവർ ടോപ്പായിരുന്നു. ഇപ്പോൾ അദ്ദേഹം കളിക്കുന്നത് ബംഗളൂരു എഫ് സിക്കാണ്. അവർ ഈ ഒരു സീസണിൽ ടോപ്പിൽ നിൽക്കുകയാണ്. സോ അതാണ് പെരേര ഡൈസ് എന്ന് പറയുന്ന പ്ലെയറിൻ്റെ പവർ എന്ന് പറയുന്നത്. അദ്ദേഹം എന്താ പറയുക, ഫാൻസിനെതിരെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളുണ്ടാക്കിയ പ്രശ്നം ഭയങ്കരമാണ്. അതായത് നമുക്കെങ്ങനെയാണ് നമ്മുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയാം. നമ്മുടെ ഫോറിൻ പ്ലേയേഴ്സ് വരുമ്പോഴേ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഫാൻസ് എന്ന് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ പ്രത്യേക ഒരു സുഖം കിട്ടും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പാട്ട്. അത് നമ്മളെ പൊക്കി പറയുന്നവരെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുറ്റം പറയുന്നവരെ ആർക്കും ഇഷ്ടമല്ല. നമുക്കറിയാം പെരേര ഡൈസ് ആണെങ്കിലും ജിങ്കനാണെങ്കിലും അവരുള്ള കാര്യം തുറന്നു പറയുന്ന ആൾക്കാരാണ്. സോ ഉള്ള കാര്യം തുറന്നു പറയുന്നവരൊന്നും ആർക്കും ഇഷ്ടമല്ല. ഇപ്പോൾ ജിങ്കൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയാണെങ്കിൽ അന്നേരത്തെ ഒരു കളിയുടെ ദേഷ്യത്തിൽ അല്ലെങ്കിൽ അന്നേരം ഉണ്ടായ ഫ്രസ്ട്രേഷനിൽ പുള്ളിയുടെ വായിന്ന് അറിയാതെ ഒരു സംഭവം വന്നു. ഇപ്പം നമ്മളാണെങ്കിലും ഒരു ഫ്രസ്ട്രേഷനിലും ദേഷ്യത്തിലും നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്ന ആരാന്ന് പോലും നമുക്കറിയില്ല. നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞു പിന്നെയാണ് നമുക്ക് തെറ്റാണെന്ന് മനസ്സിലാകുന്നതും പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകുന്നതും. സോ അതുപോലുള്ള സംഭവമാണ് ജിങ്കന് സംഭവിച്ചത്. പെരേര ഡൈസിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാം നമുക്ക് പെരേര ഡൈസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കളഞ്ഞതാണെന്ന്. അല്ലെങ്കിൽ അപ്പസ്തുലോസ് ജിയാനു എന്ന് പറയുന്ന പ്ലെയറിനെ ആ ഒരു സമയത്ത് കൊണ്ടുവരില്ല. അതായത് പെരേര ഡൈസിൻ്റെ കൂട്ട് കളിക്കും കുറഞ്ഞ വില AFC ആ ഒരു രീതിയിൽ നമ്മുടെ കരോളിസ് കിൻഗിസ് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. അത് നമുക്ക് അന്നേരം അറിയാം. പക്ഷേ ഷൈജു ദാബോനും അല്ലാത്ത ചില ആൾക്കാരും എല്ലാം കൂടെ കൂടി ഇങ്ങനെ തെറ്റിദ്ധാരണ പരന്നുപടുത്തി, അതായത് പെരേര ഡൈസ് വേറെ ക്ലബ്ബിലേക്ക് പോവുക, കൂടുതൽ പൈസ ചോദിച്ചു, അങ്ങനെ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കും. അവസാന നിമിഷമാണ് മുംബൈ സിറ്റി എഫ് സിയിൽ പെരേര ഡൈസ് സൈൻ ചെയ്യുന്നത്. സോ ഒരു ദേഷ്യം അദ്ദേഹം തീർക്കുന്നത് കരോളിസിനോടും മാനേജ്മെൻറ്റിനോടുമാണ്. സോ ഇവിടെ നമ്മൾ വിചാരിക്കും ഫാൻസിനോടാണ്, അദ്ദേഹം ഫാൻസിനോടും ഇത് കാണിക്കും. അദ്ദേഹം ഗോൾ അടിച്ചാൽ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് ആരായാലും ചെയ്യുന്ന സംഭവം തന്നെയാണ്. സോ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ജിങ്കിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഇവരെയൊക്കെ നിലനിർത്തേണ്ട താരങ്ങളായിരുന്നു. ജിങ്കിനായാലും പെരേര ഡൈസ് ആണെങ്കിലും എനിക്കിഷ്ടപ്പെട്ട 2 താരങ്ങളായിരുന്നു ജിങ്കിനും പെരേര ഡൈസ്. സോ അവരെയാണ് ബ്ലാസ്റ്റേഴ്സ് കളഞ്ഞത്. എന്തായാലും ജിതിൻ എംഎസിനെ പോലൊരു പ്ലെയർ, ഒരു ഇന്ത്യൻ പ്ലെയറിനെ നോർത്ത് കിട്ടിയത് ഭാഗ്യമാണ്. കാരണം അങ്ങനെ പ്രഷർ ഇടാനും ആ ഒരു രീതിയിൽ, അതായത് പെരേര ഡൈസ് ജിതിൻ എംഎസ് ഏതാണ്ടൊക്കെ ഒരുപോലെ കളിക്കുന്ന ഒരു പ്ലെയേഴ്സാണ്. പെരേര ഡൈസിന് കുറച്ചുകൂടെ ഫിസിക് ഉണ്ടായിരുന്നു, ഫിസിക് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ ജിതിൻ എംഎസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ ഒരു വിഷയം എനിക്ക് തോന്നിയൊരു കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വിളിക്കുകയാണെങ്കിൽ ഗുഡ് ബൈ.